ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സിസ്റ്റേഴ്സ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചേ? ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങളൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയത്. അതെ, പിന്നെ അതാണ് ഷെയർ ചെയ്യാൻ വരുന്നത്. പിന്നെ ഒരു വെറൈറ്റി ആണ്, അങ്ങനെ ആരും അധികം ഉണ്ടാക്കി കണ്ടിട്ടില്ല ടൈപ്പ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. അതെ, എല്ലാവരും വേറെ മോഡലായിരിക്കും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. ഇത് ഞങ്ങൾ വേറൊരു തരത്തിലാണ് അതുണ്ടാക്കി, അത് നിങ്ങൾക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അതെ, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വരും. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായ തേങ്ങക്കൊത്ത്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി നമ്മൾ അതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ച ഉള്ളിയിലേക്കൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക. മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക. നമ്മൾ ഓൾറെഡി അതിലൊരു നാല് മുളക് കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് മുളക് പൊടി, എരിവ് വേണ്ട നമുക്ക് തീരെ പറ്റില്ല എന്നുള്ളവർ നമ്മൾ മുളക് പൊടി കുറച്ചളവിൽ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മളൊരു വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു ലേശം വെളിച്ചെണ്ണ നമ്മളതിൽ സ്പൂൺ വെളിച്ചെണ്ണ നമ്മളതിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഞെരടി ആ മസാലയൊക്കെ പിടിക്കാൻ തരത്തിൽ, ഉപ്പൊക്കെ പിടിക്കാൻ തരത്തിൽ നമ്മൾ ഞെരടി സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. സെറ്റാക്കിയതിന് ശേഷം ഒരു ലേശം വെള്ളം നമ്മളതിൽ ഒഴിക്കുന്നുണ്ട്. ഒരു ലേശം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ചെമ്മീനിന് വെള്ളം ഇറങ്ങുന്നതാണ് കേട്ടോ. നമ്മളൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾ ചെമ്മീനിലത്തെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഒരു ലേശം വെള്ളം നമ്മളതിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ബൗളെടുത്തിട്ട് അത് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം ഒരു ഒരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തിള വന്ന് നോക്കുമ്പോൾ നല്ല തിളച്ച് എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയോ. അപ്പോൾ നമ്മളത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി, കാരണം ഇടയ്ക്ക് എപ്പോഴും ഇളക്കി കൊടുക്കരുത്. നമ്മൾ ഉടഞ്ഞു പോകാതെ, നമ്മുടെ ചെമ്മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം പറ്റുന്നത് വരെ നമ്മളിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഈ തരത്തിലാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പലതരത്തിലാവും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഉള്ളി, തക്കാളിയൊക്കെ ഇട്ട് മസാല പോലെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പല നാട്ടിൽ പല രീതിയിലാണ് ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുക. ഞങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ഈ രീതിക്കാണ് കേട്ടോ. അതായത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ രീതിക്ക് കഴിക്കാനാണ്. അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ ആസ്വദിച്ച് കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് ഈ രീതിയിൽ വെക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതൊരു വെറൈറ്റി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും ചെയ്യണമെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റത്തെ വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റിപ്പോൾ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിയിട്ട് നമ്മളത് വെള്ളം വറ്റുന്ന ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയണത് വെള്ളമില്ലാതല്ലേ. അപ്പോൾ അതിനനുസരിച്ചാവുന്നുണ്ട്. അതിനനുസരിച്ച് വെള്ളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പാനിൽ വെച്ചിട്ട് പാനിൽ കടുക് പൊട്ടിക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ ചെമ്മീൻ റോസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാനല്ലേ ശ്രമിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. കടുകൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കടുക് പൊട്ടിത്തെറിക്കുന്നതിന് ശേഷം നമ്മുടെ മെയിൻ സാധനമാണ് കറിവേപ്പില ഇല്ലാതെ ഒരു സംഭവവുമില്ല. കറിവേപ്പില സ്മെല്ലിനൊക്കെ നന്നായിട്ട് നമ്മൾ ഇടുന്നൊരു കറിവേപ്പില ഇല്ലാത്തൊരു കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ടൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. എന്നാലും ഒന്ന് വെലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് സെറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങൾ
നിങ്ങളിത് എന്തായാലും നിങ്ങളുടെ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടേതായ ഏകദേശം ഞങ്ങളുടേത് സെറ്റായി വന്ന് ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിത് ചോറിന് കൂടെ കൂടി കഴിക്കാൻ ഭയങ്കര സ്വാദാണ് കേട്ടോ. ഇതില്ലാതെ ഇതുണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട എന്ന് പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സി യു.